നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 23. അങ്ങനെ ഇന്നും നഷ്ടം നേരിടേണ്ടി വന്നതിനെ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിന് തുടർച്ചയായി നിന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല, ഇന്ന് സെൻസെക്സിന്റെ വീക്കിലി എക്സ്പയറി ആയിരുന്നതിനാലും മറ്റുള്ള പലവിധ കാരണങ്ങൾ മൂലവും മാർക്കറ്റ് ഇന്ന് ഹൈലി വോൾട്ടൈലുമായിരുന്നു. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയായിരുന്നു ലഭ്യമായിരുന്നതും. തുടർന്ന് നിഫ്റ്റിക്ക് 205 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 24,173 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് ഇന്നത്തെ വീക്കിലി എക്സ്പയറിയിൽ 852 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 77,500 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയും ചെയ്തു. അതേസമയം ബാങ്ക് നിഫ്റ്റിക്കും 819 പോയിന്റുകളുടെ അഥവാ 1.5% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൂടാതെ NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 1095 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. അതേസമയം 1867 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ട്രെൻഡ്, M&M, ശ്രീറാം ഫൈനാൻസ്, SBI ലൈഫ് ഇൻഷുറൻസ്, ബജാജ് ഫിൻസർവ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടി വന്നപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ലാബ്, സിപ്ല, ജിയോ ഫൈനാൻഷ്യൽ, അദാനി എന്റർപ്രൈസസ്, അപ്പോളോ ഹോസ്പിറ്റൽസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനുമായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ ക്യാപിറ്റൽ ഗുഡ്സിന് 0.4% നേട്ടം കൈവരിക്കുവാനായപ്പോൾ ഹെൽത്ത് കെയർ ഇൻഡെക്സിന് 1.6%, എനർജി ഇൻഡെക്സിന് 0.2%, മീഡിയ ഇൻഡെക്സിന് 1% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം ഓട്ടോ, PSU ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 2% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നപ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾസ്, IT, റിയാലിറ്റി, മെറ്റൽ, പ്രൈവറ്റ് ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 1% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി നിഫ്റ്റി മിഡ് ക്യാപ്പിന് 0.4%, സ്മോൾ ക്യാപ്പിന് 0.6% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. മിനിങ്ങാന്നും ഇന്നലെയും 30 പൈസകൾ വീതം ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് വീണ്ടും US ഡോളറിനെതിരെ ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 32 പൈസയുടെ നഷ്ടത്തോടുകൂടി 94.11 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ അതിശക്തമായ ഉയർച്ചയെ തുടർന്ന് മോർഗൻ സ്റ്റാൻലി ടാർഗറ്റ് പ്രൈസ് കട്ട് ചെയ്തതിന്റെ ഫലമായിട്ട് ഇന്ന് ഇൻഡിഗോയുടെ സ്റ്റോക്ക് പ്രൈസിൽ 1.5%-ലേറെ ഇടിവും അനുഭവപ്പെട്ടു. ട്രെൻഡിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സ് മികച്ചതായിരുന്നെങ്കിലും 2,500 കോടി രൂപയോളം ഫണ്ട് റൈസിംഗിന് കമ്പനി തീരുമാനമെടുത്തതിനാൽ തുടർന്നുണ്ടായ ആശങ്കയുടെ ഫലമായിട്ട് ഇന്ന് സ്റ്റോക്കിൽ ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ഇന്നലെ വൈകുന്നേരം ക്വാർട്ടർ ഫോർ ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിച്ച ടെക് മഹീന്ദ്രയ്ക്കും ഇന്ന് 2.5%-ഓളം ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയും ചെയ്തു. എന്നാൽ അതേസമയം ഒറാക്കിൾ ഫിൻ സർവീസസിന്റെ റോബസ്റ്റ് ആയിട്ട് വന്ന ക്വാർട്ടർലി ഏർണിംഗ്സിന്റെ ഫലമായിട്ട് ഇന്ന് സ്റ്റോക്കിന് 8%-ലേറെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി RBI നാളെ 32,000 കോടി രൂപയുടെ സർക്കാർ സെക്യൂരിറ്റികൾ ലേലം ചെയ്യുമെന്നുള്ള റിപ്പോർട്ട്സും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ക്രൂഡ് ഓയിലിന്റെ വിലയിൽ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ അനിശ്ചിതമായിട്ട് നീട്ടിയെങ്കിൽ കൂടിയിട്ടും അന്നു മുതൽ വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വില ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇന്നും ഏകദേശം 2%-ലേറെ ഉയർച്ച ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അനുഭവപ്പെടുകയും ചെയ്തു. അതിനാൽ തന്നെ തുടർച്ചയായി ഇന്ന് നാലാമത്തെ ട്രേഡിംഗ് സെഷനിലും ഓയിലിന്റെ വിലയിൽ തുടർന്ന ഉയർച്ചയും. ഇന്നലെ US മാർക്കറ്റിൽ നാസ്ഡാക്കിന് ഫ്രഷ് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. മാത്രമല്ല S&P 500-നും 1%-ലേറെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായെങ്കിലും പിന്നീട് USലെ ഡോ ജോൺസ് ഫ്യൂച്ചർ ഇന്ന് രാവിലെ 0.5%-നടുത്ത് അഥവാ 250 പോയിന്റുകൾക്കടുത്ത് ഇടിവാണ് ഓൾ ഓഫ് എ സഡൻ രേഖപ്പെടുത്തുകയും ചെയ്തത്. മാത്രമല്ല തുടർന്ന് ഇന്ന് വീണ്ടും ഇടിവ് തന്നെയാണ് ഡോ ജോൺസ് ഫ്യൂച്ചറിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. കൂടാതെ ഇന്ന് യൂറോപ്യൻ, ഏഷ്യൻ മാർക്കറ്റ്സിൽ അനുഭവപ്പെട്ട വീക്ക്നെസ്സിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് വീക്കായിട്ട് മാറിയതും. തുടർച്ചയായി ഇന്ന് നാലാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ നേരിടേണ്ടി വന്ന ഇടിവും. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും കൂടാതെ പതിവിന് വിപരീതമായിട്ട് ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ഒരേ ദിനത്തില് സെല്ലിംഗ് നടത്തിയതും. ഇതിനെല്ലാം പുറമെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അയവില്ല എന്ന് മാത്രമല്ല ഒരു വ്യക്തതയില്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നതും. ഇതിനെല്ലാം പുറമെ ഇന്ന് HSBC ഒരു മാസത്തിനുള്ളിൽ ഇത് രണ്ടാമത്തെ തവണയും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ ഓയിലിന്റെ വിലയിലുണ്ടായ ഉയർച്ചയെ തുടർന്ന് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിനെ ഡൗൺഗ്രേഡ് ചെയ്തു. ന്യൂട്രൽ എന്ന സ്റ്റാൻസിൽ നിന്നും അണ്ടർവെയ്റ്റ് റേറ്റിംഗ് ആണ് ഇന്ത്യൻ ഇക്വിറ്റീസിന് HSBC നൽകുകയും ഉണ്ടായത്. HSBCയുടെ ഭാഗത്ത് നിന്ന് വന്ന ഈ
ഒരു നടപടിയും ഇന്ത്യൻ മാർക്കറ്റിനെ ദുർബലപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് തന്നെ വഹിക്കുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ ഇന്ന് ഇന്ത്യ വിക്സിലും ഇൻട്രാഡേ ബേസിസിൽ ഏകദേശം 4% ഉയർച്ച രേഖപ്പെടുത്തുക മാത്രമല്ല 1.5% ഉയർച്ചയോടുകൂടി തന്നെയാണ് ഇന്ത്യ വിക്സ് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 383 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 1%, ജർമ്മൻ മാർക്കറ്റ് 0.5% നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഫ്രാൻസ് മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ ആകെ കൊറിയൻ മാർക്കറ്റിന് മാത്രമേ 0.89% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. ബാക്കി ഇന്ത്യ ഉൾപ്പെടെ എല്ലാ മാർക്കറ്റിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ബ്രെൻ ക്രൂഡിന്റെ വില $103.68 per ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $94.65 per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിൽ 1% ഇടിവാണ് അനുഭവപ്പെടുന്നത്. $4,690.40 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. കോഫോജ് എൻകോറയുടെ ഏറ്റെടുക്കൽ കമ്പനി പൂർത്തിയാക്കി. REC ലിമിറ്റഡ് ഏപ്രിൽ 28-ന് ക്വാർട്ടർ 4 റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കുവാനും കൂടാതെ ഫൈനൽ ഡിവിഡൻഡിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് കമ്പനിയുടെ ബോർഡ് യോഗം ചേരും. മിനി ഡയമണ്ട്സ് 1:1 എന്ന റേഷ്യോയിൽ ബോണസ് ഷെയർസ് കമ്പനി പ്രഖ്യാപിച്ചു. തിരുപ്പതി ഇന്നോവാർ BSEയും കൂടാതെ MSEI അഥവാ മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് റൈറ്റ് ഇഷ്യൂവിന് തത്വത്തിൽ കമ്പനിക്ക് അംഗീകാരം ലഭിച്ചു. ബജാജ് ഇലക്ട്രിക്കൽസ് 2018-19 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇൻപുട്ട് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെലങ്കാന GST വകുപ്പിൽ നിന്ന് ലഭിച്ച 83.78 ലക്ഷം രൂപയുടെ ഡിമാൻഡ് നോട്ടീസിനെതിരെ കമ്പനി നൽകിയ അപ്പീലിൽ 3.61 ലക്ഷം രൂപയായി വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഉത്തരവാണ് വരികയും ചെയ്തത്. നന്ദിനി ക്രിയേഷൻസ് 25+ സ്റ്റോറുകളിലേക്ക് വ്യാപിക്കുന്നതിനായി റിലയൻസ് ഫാഷൻ ഫാക്ടറിയുമായിട്ട് കമ്പനി പങ്കാളിത്തം സ്ഥാപിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. പട്ടേൽ എഞ്ചിനീയറിംഗ് നേപ്പാളിലെ 1593 കോടി രൂപയുടെ ജലവൈദ്യുത പദ്ധതിക്ക് ഏറ്റവും കുറഞ്ഞ ലേലക്കാരനായിട്ട് കമ്പനിയെ പ്രഖ്യാപിച്ചു. ദേവ് ഇൻഫർമേഷൻ ശക്തമായ ക്ലൗഡ് പ്രവർത്തനങ്ങൾക്കായി മൈക്രോസോഫ്റ്റുമായിട്ട് കമ്പനി പങ്കാളിത്തം പ്രഖ്യാപിച്ചു. സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ 4 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റിൽ 144% വർധനവ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് 135 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിൽ 23% ഇടിവും രേഖപ്പെടുത്തി. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിന്റെ പ്രോഫിറ്റിൽ 6.6% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 4,985 കോടി രൂപയിൽ നിന്നും 5,316 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്തു. കൂടാതെ 5 രൂപ per ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.